ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്ന ഒരു ഇഫ്താർ സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ്, അതുമല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ട്രൈ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, കുറച്ച് സ്പൈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഫുള്ളായിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി സവാളയുടെ കുറച്ച് വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്തെടുക്കുന്നത്. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓപ്ഷണലാണ്, രണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയും ചിക്കൻ മസാലയും ഇല്ലാത്തവർ ഗരം മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ മസാലയുടെ മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലി പുതിന ഇല കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 മുട്ട പുഴുങ്ങിയതാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിവിടെ ഒരു മുട്ട ഒരു 3-4 പീസാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഉടഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഫില്ലിങ്. ഇതിലേക്ക് ഇനി കുറച്ച് ഗരം മസാല കൂടെ ചേർത്താൽ നമ്മൾ ഫില്ലിങ് റെഡിയായി. അപ്പോൾ ഇത് അത്ര കണ്ട് ഉടയാതെ നമ്മൾ ആ മസാല എല്ലാ മുട്ടയിലേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കണം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാന്, അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ബ്രെഡ് നമ്മുടെ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ നമ്മൾ പാന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒട്ടും സ്പേസ് ഇല്ലാതെ എല്ലായിടത്തും നന്നായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാനിനനുസരിച്ചിട്ട് നമ്മൾക്ക് ബ്രെഡും മുട്ടയും ആവശ്യത്തിന് എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇതിലേക്ക് 3 മുട്ടയൊന്നുമല്ല, അതിനേക്കാളും മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ പാക്കറ്റ് ബ്രെഡ് ഫുള്ളായിട്ട് ഇതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട്. എൻ്റെ പാന് അത്യാവശ്യം ഒരു വലിപ്പമുള്ള പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഫില്ലിംഗ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം.
അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറയുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളതാണ്. അകത്തെ ഫില്ലിങ്ങും എഗ്ഗാണ്, പുറത്തും നമ്മൾ എഗ്ഗ് തന്നെയാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ അത്. ഇനി നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ബ്രെഡ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാതും വെച്ചതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു പഴയ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈഡ് നമ്മൾക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ വിട്ട് കൊടുത്താൽ ഇങ്ങനെ വിട്ട് പോരുന്ന രീതിയിലാണെങ്കിൽ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്യാം. മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യാക്കിയിട്ട് അതിലേക്കാണ് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതിയാവും, അത് വേഗം കുക്കായി കിട്ടും. എന്നിട്ട് നമ്മൾക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് കമിഴ്ത്തി എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ദാ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ സ്പൈസി കേക്ക് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സ്പൈസി ആയിട്ട് നല്ലൊരു, ഇതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ മതി നമ്മളെ വയറൊക്കെ ഫുള്ളാവും. അതാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.